ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല നാടൻ പലഹാരമായിട്ടുള്ള നെയ്യപ്പം അഥവാ വെളിച്ചെണ്ണപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പച്ചരി കുതിർത്തി എടുക്കണം. ഞാനിവിടെ 1 കപ്പ് പച്ചരി റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയാണ് എടുത്തേക്കുന്നത്. അത് തലേദിവസം വൈകുന്നേരം കുതിർക്കാനായിട്ട് ഇട്ടു. 2-3 വട്ടം കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ എടുക്കുന്നത് അരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു 5-6 മണിക്കൂറെങ്കിലും അരി വെള്ളത്തിലിട്ട് വെക്കണം. നന്നായിട്ട് ഇത് കുതിർന്നിട്ടുണ്ടാവണം. അതിനുശേഷം ഈ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് വാർത്തെടുക്കണം. ഇത് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 4 കട്ട ശർക്കര, ഇതേപോലത്തെ ഒരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ഇവിടെ അരി നന്നായിട്ട് വെള്ളമെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം പാടില്ല. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ വലിയ ജാറ് തന്നെ എടുക്കാം. അതിനുശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയുടെ പകുതിയോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അല്ല അരച്ചെടുക്കേണ്ടത്. ചെറിയതായിട്ട് നമ്മൾ ഇഡ്ലിക്കൊക്കെ അരയ്ക്കുന്ന പോലെ ചെറിയതായിട്ട് ഒരു തരിയുള്ള പോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ചെറിയതായിട്ട് തരിയുള്ള പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ തരിയായിട്ട് അരച്ചെടുക്കണ്ട, ചെറിയതായിട്ട് തരി മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഈ നെയ്യപ്പത്തിന് നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതേപോലെയാണ് ഇരിക്കേണ്ടത്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് മാവ് അരച്ചെടുക്കേണ്ടത്. ഞാൻ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് ശർക്കര പാനിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ഇതാ ഇത്രയും കൂടി ഉണ്ട്. ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂൺ അവിടേക്ക് ഉണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ മാവ് കട്ടിയായിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ എള്ള്, പിന്നെ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ജീരകമൊക്കെ ചേർക്കാം. ഞാനിതിലേക്ക് ജീരകമൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി വേണം. നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ വൈകിട്ട് ചായക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ തന്നെ അരച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് ചായയുടെ സമയമാകുമ്പോഴേക്കും മാവ് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു 8 മണിക്കൂർ എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് മാവ്. കാരണം 8 മണിക്കൂർ ഇങ്ങനെ ഇരുന്നതല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വേണ്ടത്. വിട്ട് പോരുന്ന ഒരു പരുവം എത്തണ്ട, ഇതേപോലെ. ഇനി നമുക്കിത് നേരെ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുഴിയുള്ളൊരു അടി കട്ടിയുള്ളൊരു പാത്രം, കുറച്ച് കുഴിയുള്ളത് എടുക്കുക. ഞാനൊരു ചീഞ്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം. നമ്മൾ ഒരു കുറച്ച് മാവ് ഇട്ട വഴിക്കുന്നത് ഇങ്ങനെ പൊങ്ങി വരണം, അത്രയും ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ടാവണം. അങ്ങനെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്നാവും, ഉൾഭാഗം വെന്ത് വരില്ല. അപ്പോൾ ഒഴിച്ച് ഒരു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ പൊന്തി വരും. ആ സമയത്ത് നമുക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അത് പോളായിട്ട് വരും. അതിനുശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. കളറൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് കളർ ആവാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ ഇത് പുറത്ത് എടുത്ത് വെക്കുമ്പോൾ ഇരുന്ന് കുറച്ചും കൂടി ഒരു കളർ വരും. അപ്പോൾ ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ നെയ്യപ്പും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ വീണ്ടും നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം വേണം മാവ് കോരി ഒഴിക്കാനായിട്ട്.
അതിനുശേഷം നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു വെളിച്ചെണ്ണപ്പാണിത്, അല്ലെങ്കിൽ നെയ്യപ്പാണിത്. ഈ ഒരു അളവിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അരിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8, ഈ ഒരു വലുപ്പത്തിലുള്ള 8 വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ പുതുതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.